എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി കുക്കർ കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഒരു കലത്തപ്പം ചെയ്തെടുക്കുന്നത് പച്ചരി വെച്ചിട്ടല്ല, അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടോ ഒന്നുമല്ല കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമുള്ളവർ വേഗം തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം കേട്ടോ. പിന്നെ അവസാനമായിട്ട് ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള കലത്തപ്പം, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കലത്തപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 1 കപ്പോളം വരുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിച്ചിട്ട് ഉപയോഗിക്കുന്ന പൊടിയാണെങ്കിലും കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് 1 കപ്പോളം വരുന്ന ഗോതമ്പ് പൊടി നമുക്ക് മുഴുവനായിട്ടും ഇതുപോലുള്ളൊരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. അതേ 1 കപ്പോളം വരുന്ന ഗോതമ്പ് പൊടി ഇതുപോലുള്ളൊരു മിക്സിയുടെ ജാറിലോട്ട് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കറക്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചിരകി എടുത്തിട്ടുള്ള തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഇടുന്ന സമയത്ത് കൂടി പോകണ്ട. 1 കപ്പോളം വരുന്ന ഗോതമ്പ് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട്, അതായത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സോഡ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കൂടി പോകണ്ട കേട്ടോ. ഈ ഒരു അളവിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു അപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏലക്കായയുടെ കുരു മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ ഇതിൽ റെക്കോർഡ് ആയിട്ടില്ല, അതുകൊണ്ട് പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ സാധാരണ ജീരകം, അതായത് ചെറിയ ജീരകം കേട്ടോ. ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം മതി. അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടി നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1.25 കപ്പ് സാധാരണ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1/2 കപ്പോളം വരുന്ന വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ഗോതമ്പ് പൊടിയും നമ്മുടെ തേങ്ങയും ജീരകമൊക്കെ കൂടി നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഇതിൽ തന്നെ ബാക്കിയുണ്ട്. 1/2 കപ്പ് മാത്രം ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന 1/4 കപ്പോളം വരുന്ന വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1.25 കപ്പ് സാധാരണ വെള്ളം, ആ ഒരു പരുവത്തിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി ഇതേ സ്റ്റൗവിൽ കുക്കർ വെച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ ഓയിലോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയായിരിക്കും ആ ഒരു ഫ്ലേവറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ അത്യാവശ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 1/2 കപ്പോളം വരുന്ന തേങ്ങാക്കൊത്ത് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ കലത്തപ്പത്തിൽ ഉണ്ടാക്കുന്ന അതേ ഒരു മെത്തേഡ് തന്നെ കേട്ടോ. ആ ഒരു പൊടിയുടെ അളവിലും ആ ഒരു ഫ്ലേവറിലും മാത്രമേ ഇച്ചിരി ഒന്ന് വ്യത്യാസം. അപ്പോൾ ഇത് 1/2 കപ്പോളം വരുന്ന തേങ്ങാക്കൊത്ത് നമുക്ക് ഈ ഒരു ചൂടായ വെളിച്ചെണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ അത്യാവശ്യം ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ സവാളയും കൂടി നമുക്ക് ഈ ഒരു തേങ്ങാക്കൊത്തിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ആ ഒരു തേങ്ങാക്കൊത്തിൻ്റെയും സവാളയുടെയും കളർ ഒന്ന് മാറി വരണം കേട്ടോ. ഒരുപാട് കരിഞ്ഞ ആ ഒരു ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ആ ഒരു പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറിയിട്ട് കളർ ജസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. സവാളയുടെയും തേങ്ങാക്കൊത്തിൻ്റെയും കളറൊക്കെ ഇതുപോലെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഈ ഒരു കുക്കറിൽ നിന്ന് നമുക്കിത് പതുക്കെ മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങെടുത്ത് മാറ്റി കൊടുത്തേക്കാം. ഇനി നമുക്ക് ഈ ഒരു കലത്തപ്പത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതുപോലുള്ളൊരു പാത്രത്തിൽ ഒരു 3 ക്യൂബോളം വരുന്ന ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടി അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം കപ്പിൽ തന്നെ ഒരു 1/4 കപ്പോളം വരുന്ന സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് എടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, പറഞ്ഞ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. എങ്കിലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം കിട്ടുള്ളൂ. അപ്പോൾ ഇത് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കാം. ഇനി ശർക്കര നന്നായിട്ട് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മാവിലോട്ട് നമ്മുടെ ശർക്കരപ്പാനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്കിതുപോലെ ചൂടോടുകൂടി തന്നെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാവൊക്കെ ആദ്യമേ അങ്ങ് റെഡിയാക്കി വെച്ചേക്കണം. അതിനുശേഷം ലാസ്റ്റ് ഘട്ടത്തിൽ മാത്രമേ നമ്മൾ ഈ ഒരു ശർക്കരപ്പാനി ചൂടോടുകൂടി ഈ ഒരു മാവിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ശർക്കരപ്പാനിയുടെ ചൂട് കാരണം നമ്മുടെ ഗോതമ്പിൻ്റെ ഈ ഒരു മാവ് കട്ട പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയുടെയും ആ ഒരു തേങ്ങയുടെയും
സവാളയുടെയും തേങ്ങയുടെയും കുറച്ച് ഭാഗം മാത്രം, ഒരു ഹാഫ് പോർഷൻ മാത്രം കേട്ടോ, ഇതിലോട്ട് ഞാൻ ഈ ഒരു മാവിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട, കാരണം നമ്മളിത് കുക്കറിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് മുകളിൽ ഇത് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം മതി കേട്ടോ. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ആക്കി ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മാവിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇതാണ്. ഒരുപാട് അങ്ങോട്ട് ലൂസല്ല, അതേസമയം ഒരുപാട് അങ്ങോട്ട് ടൈറ്റിലിരിക്കാനും പാടില്ല കേട്ടോ. ഒരുപാട് ടൈറ്റിൽ ഉണ്ടാകുന്ന കഴിഞ്ഞാൽ അറിയാലോ, ഗോതമ്പ് പൊടി ആയതുകൊണ്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് അളവിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുത്തിട്ട് അതേ ഒരു കുക്കറിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു വെളിച്ചെണ്ണ കുക്കറിൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് കുക്കർ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. കുക്കറിൽ നിന്ന് കറക്റ്റായിട്ട് പുക വരണം. ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിൽ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ കുക്കർ എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും ആ ഒരു സവാളയുടെയും ഒരു ബാക്കി വെച്ചിട്ടുള്ള ഭാഗം പതുക്കെ നമുക്ക് ഈ ഒരു മാവിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇട്ട് കൊടുക്കുന്ന സമയത്ത് പതുക്കെ ഇട്ട് കൊടുക്കുകയെങ്കിൽ ആ ഒരു മേലെ തന്നെ അതങ്ങോട്ട് നിൽക്കുമല്ലോ കേട്ടോ. നമ്മൾ ഒരുപാട് ബലം കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതെല്ലാം കൂടി അങ്ങോട്ട് താഴെ പോയിട്ട് നിൽക്കും. അതുകൊണ്ട് പതുക്കെ ആ ഒരു സൈഡിലും നടുഭാഗത്തൊക്കെ ആയിട്ട് ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഒരു സൈഡ് ഭാഗം നിന്നൊക്കെ ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ബബിൾസ് വരാനായിട്ട് തുടങ്ങും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുക്കാം. അടപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക, കുക്കറിൻ്റെ വിസിൽ, ഈ ഒരു അടപ്പിൻ്റെ വിസിൽ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അതങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് അടപ്പിട്ടിട്ട് തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് ഒരു 6 മിനിറ്റ്, ഒരുപാട് അങ്ങോട്ട് ലോ ആയി കഴിഞ്ഞാൽ ഗോതമ്പ് ആയതുകൊണ്ട് ഉള്ളി വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് ഒരു 6 മിനിറ്റ് നമുക്ക് ഈ ഒരു അപ്പം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് ഉടനെ തന്നെ ഈ ഒരു അടപ്പ് തുറന്നു നോക്കാൻ പാടില്ല കേട്ടോ. അതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു കുക്കറിൻ്റെ അടപ്പ് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അപ്പം പതുക്കെ ഒരു കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം മാത്രം നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് നോക്കുക. അതിനുശേഷം പതുക്കെ നമ്മളൊരു ഇതുപോലൊരു സ്പൂണിന് ബാക്ക് സൈഡ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ അപ്പം പതുക്കെ അങ്ങോട്ട് ഈ ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം പതുക്കെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുള്ള കുക്കറാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് അങ്ങോട്ട് പുറത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. നമ്മൾ ഈ ഒരു അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറയില്ല, അത്ര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അരി വെച്ചിട്ട് പച്ചരി വെച്ചിട്ട് ചെയ്യുന്ന അത്ര മെനക്കേടൊന്നുമില്ല നമ്മൾ ഈ ഒരു അപ്പം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ, സെയിം ടേസ്റ്റ് തന്നെയാണ് ഏകദേശം. അപ്പോൾ എല്ലാവരും ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കും, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായതെന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ്. ബൈ ബൈ.